ഇലക്ഷൻ ഡ്യൂട്ടിയെ തുടർന്ന് ബെൽസ് പാൾസി എന്ന അസുഖം ബാധിച്ച അധ്യാപകനെ ഇലക്ഷൻ കമ്മീഷൻ അവഗണിച്ചതായി പരാതി. ഗവർണർക്ക് പരാതി നൽകാനൊരുങ്ങി കുടുംബം. കവിയും ആലത്തൂർ പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് അധികൃതരുടെ അവഗണന നേരിടുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിരുന്ന സംഗീത് പരിമിതമായ സാഹചര്യം മാത്രമുണ്ടായിരുന്ന ബൂത്തിന് പുറത്ത് കഴിയേണ്ടി വന്നപ്പോഴുണ്ടായ മഞ്ഞും കാറ്റുമേറ്റാണ് അസുഖബാധിതനായത്. രോഗാതുരനായ അവസ്ഥയിലും ജോലി നോക്കിയ സംഗീത് ചികിത്സയുടെ ഭാഗമായി കഴിഞ്ഞ 3 ആഴ്ചയായി വിശ്രമത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ഉണ്ടായ ആരോഗ്യ പ്രശ്നമായതിനാൽ പ്രത്യേക അവധിയും ചികിത്സാ ചെലവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ 17-ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും മറുപടിയൊന്നും ലഭിച്ചില്ലെന്ന് സംഗീതിന്റെ ഭാര്യ അഞ്ജു പറയുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ അസുഖം ബാധിച്ചത്. അതിൽ പ്രൈവറ്റ് ആശുപത്രിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഇലക്ട്രിക് തെറാപ്പിയും ചെയ്യുന്നുണ്ട്. ഇതിന് ചിലവ് വളരെയധികം ഉണ്ടാകുന്നതുകൊണ്ട് അധികൃതരോട് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവധിയുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും മറ്റ് അധികാരികൾക്കും നമ്മൾ പരാതി കൊടുത്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമുക്ക് സ്പെഷ്യലായി അവധി എന്തെങ്കിലും അനുവദിച്ചു തരിക എന്നാണ് നമ്മുടെ ആവശ്യം. ഇനി ഇതിന് ഇതുവരെയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ദിവസേന 1 മണിക്കൂർ മാത്രമുള്ള ഇലക്ട്രിക് തെറാപ്പി ആയതിനാൽ ഇൻഷുറൻസ് തുക ലഭിക്കുകയുമില്ല. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ചികിത്സയായതിനാൽ സ്ഥാപന മേധാവിക്ക് പ്രത്യേക അവധി അനുവദിക്കാനാവാത്ത സ്ഥിതിയുമാണ്. TCV ചേലക്കര.